ഇല്ല, നെറ്റോ ഫേസ്ബുക്കോ ഈ റീലൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ പൊളിച്ചേനെ ഞാൻ പറയും. സത്യം പറയാലോ. ഉച്ചയ്ക്ക് 1:30 ബുധനാഴ്ച ജനിച്ച വ്യക്തിയാണ്. ധനുമാസം 25-ാം തീയതി. അപ്പൊ മേജി എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന, യൂട്യൂബിലൂടെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തവരാണ്. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു. ഞായറാഴ്ചയായിട്ട് എന്താ സ്പെഷ്യൽ കൂട്ടുകാരെ? ഞങ്ങളാണെങ്കിൽ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ഇവനെ ഒന്ന് ഉറക്കി കിട്ടാൻ ഭയങ്കര പാടാ. ഞാനാണെങ്കിൽ ഷോർട്സ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത സമയത്ത് ഇവൻ നൈസായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. എന്തോ എഴുതി കളിച്ചോണ്ടിരിക്കുമായിരുന്നു. പടമൊക്കെ വരച്ച്, പീരങ്കിയുടെ പടം, വേറെ ഒന്നും അല്ല കേട്ടോ. അങ്ങനെ കമന്ന് കിടന്ന് കട്ടിലേക്ക് കിടന്ന് ഇങ്ങനെ വരച്ച് ഇവരുടെ തൊട്ട് പോകാനായിട്ട് ബാസ്ക്യും കയറി കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളെ രണ്ടുപേരും കട്ടിലുണ്ടെങ്കിൽ അവനും കട്ടിലേൽ ഉറപ്പാണ്. ഇപ്പൊ അവന് നടുക്കത്തെ മുറിയിലിട്ടിട്ട് വാതിലടച്ച് ഞാൻ ഫാൻ വീടെടുക്കാൻ വേണ്ടി ഫാനൊക്കെ ഓഫ് ചെയ്തേക്കുക. ഫാനിന്റെയൊക്കെ സൗണ്ട് വന്നാൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പൊ ബാസ്ക്യൂന് ഫാൻ ഇല്ലാതെ പറ്റത്തില്ല, അവന് നല്ല തണുപ്പ് വേണം. അതുകൊണ്ട് ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടേക്കും, അല്ലെങ്കിൽ വാതിലും തള്ളി തുറന്ന് കയറി വരും. പിന്നെ വെളിയിൽ നിന്നുള്ള സൗണ്ട് എല്ലാം വരും. നമ്മൾ വീടിനകത്ത് റൂമിനകത്ത് എടുക്കുന്നെങ്കിലേ റൂം വാതിലടച്ച് കുറ്റിയിട്ട് ലൈറ്റൊക്കെ കറക്റ്റ് ആക്കി വെച്ച്, അതുപോലെ തന്നെ സൗണ്ടൊക്കെ വരാതൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാറുള്ളത്, ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം തന്നെ അറിയാൻ പറ്റും. ആദ്യം മുതലേ കാണുന്നവർക്ക് ടോട്ടലി ഞാൻ എന്താണെന്ന് മനസ്സിലാവും. കാരണം ഇതൊക്കെ തന്നെയാണ്, വേറെ ഒന്നും ഇല്ല. നമ്മൾ മൊബൈൽ എവിടെയെങ്കിലൊക്കെ വെക്കുന്നു, നമ്മൾ സാധാരണ പോലെ വീട്ടിൽ പണിയെടുക്കുന്നു, സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സ്ക്രിപ്റ്റിലോ അതൊന്നും അല്ല, എഡിറ്റിങ്ങോ സ്ക്രിപ്റ്റോ ഒന്നും ഇല്ലാത്തൊരു ലൈഫാണ് നമ്മുടെ യൂട്യൂബ് വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താനാണ് എനിക്ക് ആഗ്രഹം. കരഞ്ഞുകൊണ്ട് വരാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഞാൻ കരയുന്നത് ആരും കാണണ്ട എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. പിന്നെ ഞാൻ കരയാറില്ല കേട്ടോ. പിന്നെ എന്തായാലും ഉണ്ടെങ്കിൽ ഇവൻ എന്നെ പോര് കൊത്തിയാൽ ഞാൻ പൊട്ടി കിടന്ന് കരയാറേ ഉള്ളൂ, അല്ലാതെയുള്ള കരച്ചിലുകളൊന്നും ഉണ്ടാകാറില്ല. ഞങ്ങൾ ബ്രോ ആൻഡ് സിസ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവൻ എന്നെ പോര് കൊത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഇവൻ എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ക്യാരംസൊക്കെ കളിക്കുമ്പോൾ എന്നെ പറ്റിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അപ്പോൾ ഒക്കെ ഞാൻ പൊട്ടി ഇരുന്ന് കരയാറുണ്ട്. എന്നാടാ ചിരിക്കുന്നേ? പറയടാ. നിന്റെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. എല്ലാം ആക്റ്റീവായിട്ട് ബോൾഡായിട്ട് തന്നെ സംസാരിക്കാൻ. എടാ എന്നെ പോരും ഉത്തരം ആര്യ അല്ലടാ പറഞ്ഞു, സംസാരിക്കടാ ആൻസർ. ആര് എന്തോന്നോ മിണ്ടാനാ? അപ്പൊ കുറെ നാള് മുമ്പ് നമ്മളൊരു Q&A 2024 ആദ്യത്തെ Q&A ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ കുറച്ചധികം മാറ്റങ്ങളൊക്കെ 2023 കൂടി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ചേഞ്ചസ് 2024 ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. നമ്മൾ വീട്ടിൽ കുറേ നാളായിട്ട് ഇരിക്കുവാണല്ലോ, ജോലി. ഇപ്പൊ പലരും ജോലിക്ക് പോകുന്നില്ലേ, ജോലിക്ക് പോയിക്കൂടെ? എനിക്ക് കമൻ്റൊക്കെ വന്നിട്ടുണ്ട്, ജോലിക്ക് പോയിക്കൂടെ, ഒരു പണിയില്ലാതെ കുറേ വീഡിയോയും ചെയ്ത് വീട്ടിൽ കയറി ഇരിക്കുക, റീച്ചും ഇല്ല, ഒന്നുമില്ല, നാണാകുന്നില്ലേ പെണ്ണും പിള്ള എന്നൊക്കെ ചോദിച്ചുള്ള കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരേ ഒരു ഉദ്ദേശം, എനിക്ക് അതിലൊന്നും നമുക്ക് സങ്കടമൊന്നും തോന്നിയിട്ടില്ല. കാരണം പറഞ്ഞാൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്, ഇന്നത് വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മൾ ഇനി മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഓടിപ്പോയിട്ട് എന്തെങ്കിലും ഒരു പണിക്ക് ഇറങ്ങിപ്പോയിട്ട് എനിക്കും ജോലിയുണ്ട് എന്ന് കാണിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നമ്മൾ പഠിച്ച വിഷയത്തിൽ കഷ്ടപ്പെട്ട് ഉറക്കടച്ചിരുന്ന് പഠിച്ചതാണ്. BEd എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ഒത്തിരി എഴുതാനുണ്ടാകും. ലെസൺ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കും. ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയങ്ങളിൽ 45 ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അപ്പം ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുക, അത് ഫുള്ള് എഴുതണം. നമ്മൾ കോളേജിലേക്ക് പോകുന്നത് എല്ലാ ആഴ്ച ശനിയാഴ്ച മാത്രം കോളേജിൽ പോയി നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മുഖം ഒന്ന് കാണുന്നത്. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ആ ആഴ്ച പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാ സബ്ജക്റ്റും എഴുതി കൊണ്ടുപോയി കാണിച്ച് എല്ലാം കാണിക്കണം. നമ്മുടെ എൻ്റെ സബ്ജക്റ്റ് മലയാളം ആയതുകൊണ്ട് മലയാളത്തിലെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അത് എഴുതി കുട്ടികൾക്ക് കാണിക്കാനുള്ള പാഠ്യോപകരണങ്ങളും പഠന പ്രവർത്തനങ്ങളും എല്ലാം എഴുതി, ആക്ടിവിറ്റീസും കാണിക്കാനുള്ള സംഭവങ്ങളും എല്ലാം പ്ലക്കാർഡോ നോട്ടീസോ കാർഡോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എഴുതി, കൂടാതെ ചാർട്ടും എഴുതി ഒരാഴ്ചത്തേക്കുള്ള സംഭവങ്ങൾ ഫുള്ള് എഴുതി ഈ ശനിയാഴ്ച ആകുമ്പോൾ ടീച്ചറിനെ കൊണ്ട് കാണിക്കണം. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവാണല്ലോ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എനിക്കൊന്നും വൈകിട്ടൊന്നും സമയമൊന്നും കിട്ടാറില്ല. കാരണം പറഞ്ഞാൽ ഈ തൊടുപുഴയാണ് ഞാൻ പഠിച്ചതും ടീച്ചിങ് പ്രാക്ടീസ് നോക്കിയത് തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലാണ്. 8, 9, 10, 9ാം ക്ലാസ്സിലായിരുന്നു എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് സബ്ജക്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ടീച്ചറിൻ്റെ കീഴിലായിരുന്നു. എൻ്റെ മെൻറ്റർ ചന്ദ്രമതി ടീച്ചറായിരുന്നു. മറ്റേ
തൊടുപുഴയുള്ളവർക്ക് ഒക്കെ ആയിട്ട് അറിയാൻ പറ്റും. ചന്ദ്രമതി ടീച്ചർ ഇപ്പം എനിക്ക് അതിനൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഉഴവൂർ വിജയൻ എന്ന് പറഞ്ഞൊരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു, അതിൻ്റെ വൈഫാണ് കേട്ടോ ചന്ദ്രമതി ടീച്ചർ. നല്ല ടീച്ചറായിരുന്നു. ടീച്ചർ എൻ്റെ ക്ലാസ്സൊക്കെ ഒരാഴ്ച 1-2 ആഴ്ചയൊക്കെ ഒന്ന് നോക്കിയിട്ട് ടീച്ചർ ലീവ് എടുത്ത് എനിക്ക് സൈൻ ചെയ്യാനുള്ള ഫുള്ള് സൈൻ ചെയ്തിട്ട് ടീച്ചർ ലീവ് എടുത്ത് പോയി. ക്ലാസ് നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി എൻ്റെ ക്ലാസ് നല്ലതാണെന്ന് പൊക്കി പറയാനുള്ള കാരണമുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും. അപ്പം ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വന്നിരുന്ന് ചെയ്യുന്നത് വെള്ളിയാഴ്ച ക്ലാസ് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് കുറച്ചൊക്കെ ലെസൺ നമ്മൾ നേരത്തെ എഴുതി വെക്കും. പക്ഷേ ഈ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാക്കി വെക്കണ്ടേ. എല്ലാം ഉണ്ടാക്കുന്ന എപ്പോഴാണെന്ന് അറിയാം, വെള്ളിയാഴ്ച ഇരുന്നിട്ട്. വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം മെറ്റീരിയൽസ് ഉണ്ടാക്കുക, ചാർട്ട് ഉണ്ടാക്കുക, ചാർട്ടിൽ മാർക്കർ ഇല്ലെങ്കിൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നെല്ലാം സെറ്റ് ചെയ്ത് ഉണ്ടാക്കി വെളുപ്പിനെ 7 മണി ഒരു 6 മണി വരെ ഉറക്കമില്ലാതെ ഇരുന്നതെല്ലാം എഴുതി സെറ്റാക്കി ഞാൻ തൊടുപുഴ സെൻറ്റർ BEd സെൻറ്ററിലേക്ക് വരും, MGU സിറ്റിയിലേക്ക് വരും. എന്നിട്ട് തിരിച്ച് ബസ്സിൽ പോകുന്നത് ഇങ്ങനെ ഉറക്കം തൂങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കയറി ഉറക്കം തൂങ്ങിയതും ഉറങ്ങണതും ആ ഒരു ഒറ്റ ടൈമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഈ BEd പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പം ആ പഠിച്ച വിഷയത്തോടനുബന്ധിച്ചൊരു ജോലിയാണ്, അല്ല വേറെ ഏതെങ്കിലും ജോലിയിലേക്ക് പോകുന്നതാണ്. എനിക്കും അതുപോലെ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് അമ്മച്ചി ഒത്തിരി പണിയെടുത്തൊക്കെ പഠിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ പഠിച്ച വിഷയത്തെ സംബന്ധിച്ചൊരു ജോലി കിട്ടില്ലേ, അമ്മച്ചിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് ഞാനങ്ങ് മാറ്റി വെച്ചപ്പോൾ പഠിച്ച വിഷയത്തെ സംബന്ധിച്ചൊരു ജോലിയാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ IELTS ഒക്കെ പഠിച്ച് പുറത്തേക്കൊക്കെ പോകാൻ നോക്കിയെങ്കിലും പിന്നെ അതൊന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് വീട്ടിലാരും ഇല്ല. ഇവരുടെ സിറ്റുവേഷൻസ് വളരെ മോശമായിരുന്നു. വീട്ടിലുള്ള തുടർച്ചയായ കുറേ മരണങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളോ ഡിപ്രഷനിലായി. അപ്പം പ്രായമായവരുടെ കാര്യം പറയാനുണ്ടോ, അപ്പോൾ അമ്മച്ചിയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഡിപ്രഷൻ്റെ അങ്ങേയറ്റം വരെ പോയിട്ട് തിരിച്ചു വന്ന ആളാണ് കേട്ടോ ഞാൻ. രാത്രിയിൽ ചെവിയിലൊക്കെ ഇങ്ങനെ ഒരു മൂളലും വെളിയിൽ നിന്നൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്ന കാര്യങ്ങളും ചുമ്മാ ഊഹാപോഹങ്ങൾ വെച്ചുള്ള സംസാരങ്ങളും ഞാൻ വീഡിയോ ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇങ്ങനെ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതും, അന്നൊന്നും നെറ്റില്ല, നെറ്റോ ഫേസ്ബുക്കോ ഈ റീലൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊക്കെ പൊളിച്ചേനേത് ഞാൻ പറയും, സത്യം പറയാലോ. അന്നൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. ലൈഫിനൊക്കെ എന്തോരം ലൈഫ് റിലാക്സ്ഡ് ആയാനെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അന്ന് നെറ്റൊന്നും ഇല്ല. കാര്യം പറഞ്ഞാൽ സ്മാർട്ട് ഫോണൊക്കെ എൻ്റെ കയ്യിൽ, അന്നത്തെ ആദ്യത്തെ നോക്കിയുടെ ടച്ച് ഫോണൊക്കെ ഉള്ളത് എൻ്റെ കയ്യിലാണ്. നെറ്റില്ല. നെറ്റ് എന്താണോ, യൂട്യൂബ് എന്താണോ, ഫേസ്ബുക്ക് എന്താണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാണ് ഈ നെറ്റൊക്കെ എടുക്കുന്നത് തന്നെ കേട്ടോ. എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞാണ് ഞാൻ നെറ്റ് എടുക്കുന്നത്. ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ എന്താണെന്നോ, ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ തന്നെ ഒരു ഗ്രാമീണ പെൺകുടിയായിരുന്നു കൂട്ടുകാർ, പെൺകുടിയായിരുന്നു. 28 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്ന്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ തന്നെ പറയാം. ഞാൻ 28 വയസ്സിൽ വിധവയായെങ്കിലും 30 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് അൽ-അസർ കോളേജിൽ കയറുന്നത്. 30 വയസ്സെന്ന് പറയുമ്പോൾ അത്ര ഏജാന്ന് എനിക്കിന്ന് വരെ തോന്നിയിട്ടുമില്ല. ഇപ്പോഴേ എനിക്ക് ഏജാന്ന് തോന്നിയിട്ടില്ല, അത് വേറൊരു കാര്യം. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയി ഇത്ര ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പഠിപ്പിച്ച് വിട്ടാൽ ആദ്യമായിട്ടൊരു ജോലിക്കൊരു വേക്കൻസി വന്നപ്പം എൻ്റെ ടീച്ചർ എന്നെ വിളിച്ച് ഇന്ന സ്കൂളിലേക്ക് പോകാവോ, പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് തൊട്ട് മുമ്പായിട്ട് ഇന്ന സ്കൂളിലേക്ക് പോകാവോ എന്ന് ചോദിച്ചാൽ എൻ്റെ ടീച്ചർ വിളിച്ച് തന്നെ. അപ്പം എൻ്റെ ക്ലാസ് അത്ര ടീച്ചറും കണ്ടായിരിക്കുമല്ലോ, ക്ലാസ് വന്ന് നമ്മുടെ കണ്ട് മാർക്കിട്ട് പോകണമാണല്ലോ. അപ്പോൾ ക്ലാസ് നല്ലതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും സ്കൂളിലേക്ക് ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ടീച്ചർ പറഞ്ഞു വിടില്ലല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇപ്പോഴും എനിക്ക് അധ്യാപനത്തിലുണ്ട്. കാരണം ഞാൻ ജനിച്ചതേ അധ്യാപികയാകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ടീച്ചിങ് എന്ന് പറയുന്ന ഭയങ്കര ഒരു പാഷനാണ്. ബാക്കിയുള്ളതൊക്കെ ടൈം പാസ്. പടം വരയ്ക്കാനൊക്കെ ദൈവം കഴിവ് തന്നിട്ടുണ്ട്. എഴുതാനും അത്യാവശ്യം എഴുതാനും കവിത എഴുതാനും കഥ എഴുതാനും ഉള്ള കഴിവുകളൊക്കെ തന്നിട്ടുണ്ട്. പടം വരയ്ക്കാനാ എൻ്റെ കഴിവ് പടം വരയ്ക്കാനായിട്ട് കിട്ടി. എന്താണെന്നറിയോ, പീരങ്കി, ബുള്ളറ്റ്, വണ്ടി, നിഞ്ച അയച്ചിട്ട് അവരിഷ്ടമുള്ള വണ്ടിയൊക്കെ അവ വരയ്ക്കത്തുള്ളൂ അല്ലടാ, അല്ലാത്തൊന്നും വരയ്ക്കില്ല. ഒരു ട്രക്കൊന്നും വരച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവന് ഓടിക്കാൻ താല്പര്യമുള്ള എന്താണ് അതാണ് അവ വരയ്ക്കത്തുള്ളൂ. സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി മാത്രം എത്രയൊക്കെ കമൻറ്റ് വന്നാലും എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും എന്തൊക്കെ ആയാലും നമ്മൾ ടീച്ചിങ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ടീച്ചിങ് അതും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു റെപ്യൂട്ടേഷൻ കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാലറിയോ ബാക്കി കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ മുന്നിലുള്ള പ്രശ്നം. എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. പക്ഷേ ഇവിടെ കൊണ്ട് എൻ്റെ പഠനം ഒന്നും ഞാൻ നിർത്തിയിട്ടില്ല. ഇനിയും ഞാൻ പഠിക്കുന്നതായിരിക്കും. നമ്മൾ അങ്ങ് ആജീവാനന്ദം നമുക്ക് പഠിക്കാമല്ലോ, പഠിക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി പൊക്കി വെക്കാമല്ലോടാ. അപ്പോൾ ജോലി കിട്ടി, ഷെയ്ക്കാകുന്നു അല്ലേ, ജോലി കിട്ടി എന്ന് കരുതി നമ്മൾ പഠനമൊന്നും ഉപേക്ഷിക്കില്ല കേട്ടോ. എനിക്ക് ഇനിയും ഇതിന് മുകളിലേക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. അതൊക്കെ ദൈവം സഹായിച്ച് വഴിയെ പോലെ വരുവാണെങ്കിൽ വരട്ടെ എന്ന് കരുതുന്നു. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ 2023 ഞാൻ ഒട്ടും വിചാരിക്കാതെയാണ് എൻ്റെ ചാനൽ റീച്ചായത്.
ഇത്രയെങ്കിലും എനിക്ക്, കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ, അവരെക്കാളും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയെങ്കിൽ അത് എന്താ, അത് ഒരു ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടോ ഭാഗ്യമായിട്ടോ വിധി അങ്ങനെയാണെന്നോ അങ്ങനെയൊക്കെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം കുറേ പേര് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്നത് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് കുറേ കാശ് കിട്ടുന്നതിനേക്കാളൊക്കെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, വേറൊരു വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് പണമാണ്, സ്നേഹമൊക്കെ രണ്ടാം സ്ഥാനത്താണ്. ആ പറയുന്നത് 100% സത്യം തന്നെയായ കാര്യമാണ്. പിന്നെ ജോലി, നമ്മുടെ ജോലി എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളെ എത്രമാത്രം ബഹുമാനിക്കേണ്ടത് എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നത്. പക്ഷെ അത് നമുക്കിപ്പോൾ നിലവിൽ പോകുന്നത് ആ ഒരു സംഭവം സത്യമാണ്. പക്ഷെ അതിലൊന്നും അല്ലാത്ത കാര്യം, ജോലി ഇപ്പം നല്ല ഉയർന്ന ലെവലിലൊക്കെ ഇരുന്നെങ്കിലും ആളിൻ്റെ സ്വഭാവം മോശമാണെങ്കിൽ പോയില്ലേ, അവരെ നമ്മളെ കൂടെ ചേർത്തിട്ട് ഇന്ന ആളാന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കുമ്പം നമ്മളെ അവരത്ര മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബഹുമാനത്തിന് എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ലെവലിലും ഉള്ള എല്ലാ ജോലി ചെയ്യുന്ന എല്ലാ തരം ജാതി മത വർഗ വർണ്ണ ജോലി സാമ്പത്തിക ഉന്നതി താണതി വ്യത്യാസമൊന്നും ഇല്ലാതെ എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് കേട്ടോ. ഒക്കെ ഇല്ല ഇങ്ങോട്ട് കയറിയിരുന്നോ, പാവം വ്യത്യാസത്തിന് നോക്കുക, അതൊക്കെ ഇട്ട് ഇതൊക്കെ ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇവിടെ കയറി അങ്ങ് ഇരുന്നു. ഇരിക്കുമ്പോൾ താഴേക്ക് ചാടി പോകരുത് കേട്ടോ, ഇരിക്കണ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചിട്ടിരിക്കുക. ഇപ്പൊ പൊക്കൊക്കെ കിട്ടീന്, ചാരി കിടന്ന് ഉറങ്ങരുത് കേട്ടോ, എത്ര നേരം ഉറങ്ങായിരുന്നു കുട്ടി ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ വാചാലതകളിലേക്കൊക്കെ പോകാതെ നമ്മൾ കുറച്ച് പേരുടെ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലും കമന്റ് എന്നെ, ഞാനൊരു തുറന്ന പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ എന്നെ ഇനി കൂടുതലായിട്ടൊന്നും അറിയാനില്ല, എല്ലാം തന്നെ അറിയാലോ. ചേച്ചിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നന്മകളും ഒക്കെ നേരുന്നു എന്ന് പറഞ്ഞ് ഒത്തിരി കമന്റ് കണ്ടു. പിന്നെ ജോലി കിട്ടിയതിലൊക്കെ ഒരുപാട് സന്തോഷം അറിയിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഹാപ്പി ആയിട്ട് പോകുന്നത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ല ദൈവം പെട്ടെന്ന് കേൾക്കും എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള കമൻസ് ഒന്നും നമ്മളിപ്പം നോക്കുന്നില്ല, എല്ലാവരുടെയും കമൻസ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന ഒരു കമന്റ് ആണ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ പറയൂ, കമന്റ് ചെയ്യുക. ഹായ്, എന്നാ ഉണ്ട് വിശേഷം, കാണാൻ ആഗ്രഹമുണ്ട്, ടീച്ചർ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. എനിക്കും എന്നെ ഇങ്ങനെയെങ്കിലും വീഡിയോയിലൂടെയെങ്കിലും എല്ലാവരും കാണുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളെയൊക്കെ വെറും പേരിലൂടെയോ അല്ലെങ്കിൽ DP പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ എടുത്തു നോക്കാറുണ്ട് എല്ലാവരും കേട്ടോ. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ എനിക്കും അങ്ങോട്ടും ഉണ്ടാലോ, എൻ്റെ സബ്സ്ക്രൈബർ അല്ലേ, ഇന്നെ കമൻറ്റ് ഇടാറില്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ DP നോക്കാറുണ്ട്. ഇങ്ങനെയൊന്നും ഒരു യൂട്യൂബർമാരും ചെയ്യത്തില്ല കൂട്ടുകാരെ, നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇന്ന് മുതലക്കടം പള്ളി വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ടോ, മടക്കത്താനത്തുള്ളതാണേ, വന്ന് മിണ്ടി പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് ചേച്ചി യൂട്യൂബിലുള്ളതല്ലേ എന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. അപ്പം മുതലക്കട പള്ളിയിൽ അങ്ങനെ വരാറില്ല, വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വന്നത് കൊണ്ട് നമുക്കൊന്ന് കാണാൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും നമ്മുടെ ആഗ്രഹങ്ങൾ അത്രയ്ക്ക് അതിയായതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നിറവേറ്റിയിരിക്കും എന്നാണ് പറയുന്നത്. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നതെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി എക്കണോമിക്സ് ആയതുകൊണ്ടായിരിക്കും. ഞാൻ മലയാളമാണ് കേട്ടോ, ഞാൻ ഡിഗ്രി എക്കണോമിക്സ് എടുത്തെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് വെച്ച് ഞാൻ PG മലയാളമാണ് ചെയ്തത്, അത് BEd മലയാളമാണ് ചെയ്തത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ മെമ്മറിയിൽ പോയി, സത്യം പറയാലോ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ സത്യം. എനിക്ക് മലയാളത്തോടായിരുന്നു പണ്ടും താല്പര്യം. പിന്നെ ഡിഗ്രി മണിമലക്കുന്ന് കോളേജിൽ മലയാളം ഇല്ലാത്തതുകൊണ്ട് എക്കണോമിക്സ് അങ്ങ് എടുത്തതേ ഉള്ളൂ. വേറെ എങ്ങും നമ്മൾ മൂവാറ്റുപുഴ നിർമ്മലയിലൊക്കെ മലയാളം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും നോക്കിയില്ല. മണിമലക്കുന്നിൽ ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് ഗവൺമെന്റിലൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ പോയി. എക്കണോമിക്സാ, സാമ്പത്തിക ശാസ്ത്രം. നീ വളരുമ്പോ പറഞ്ഞുതരാം. ഹിസ്റ്ററി അല്ല. അപ്പൊ പിന്നെ ഏജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏജ് 1985 ജനുവരി 9 ആയില്യം നക്ഷത്രത്തിൽ ഉച്ചയ്ക്ക് 1:30 ബുധനാഴ്ച ജനിച്ച വ്യക്തിയാണ്. ധനുമാസം 25-ാം തീയതി. അപ്പം ഏജ് എല്ലാവരും കണക്ക് കൂട്ടിക്കോട്ടോ. 39 വയസ്സിലേക്ക് കടന്നിട്ടുണ്ട് ഞാൻ. നീയാ? ഞാൻ 2012 മെയ് 9. ഞങ്ങൾ രണ്ടുപേരും 9-ാം തീയതിക്കാരാണ് കേട്ടോ. 9-ാം തീയതി ഉള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും. ഇവന്റെ പപ്പ ഏപ്രിൽ 18 ആണ് കേട്ടോ. 8, 1, 9 കൂട്ടുമ്പോൾ അതും 9. ഞങ്ങളുടെ ജീവിതത്തിലെ 9 വളരെ ഭയങ്കരമായ സ്വാധീനമുള്ള സംഖ്യയാണ്, ഭാഗ്യ നമ്പറും ആണ് കേട്ടോ 9.
നീ അതിൽ 39 പറഞ്ഞിട്ട് അതിന് മുകളിലേക്ക് കൂട്ടാൻ പറഞ്ഞു. മുകളിലേക്ക് കൂട്ടാനല്ലടാ പറഞ്ഞേ, അതൊക്കെ വെച്ച് കണക്ക് കൂട്ടാനാ പറഞ്ഞോളൂ 85 എന്ന്. പിന്നെ ഞാൻ എൻ്റെ ഏജ് ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഏജ് പറഞ്ഞാൽ ഇപ്പം എന്നാ കുഴപ്പമായിരിക്കണം. പിന്നെ കോളേജിൽ പോകുമ്പോൾ അമ്മച്ചി ഒറ്റയ്ക്കാവില്ലേ, ഫോൺ ചെയ്യുമ്പോൾ ബാസ്കിമോൻ ഉണ്ട് എന്നാലെന്ന് പറഞ്ഞു. ആ അമ്മച്ചിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അമ്മച്ചി ഇന്ന് അമ്മച്ചി ചോറൊക്കെ അമ്മച്ചി ഞങ്ങൾ കിടന്നു തുടങ്ങി അമ്മച്ചി ചോറൊക്കെ വെച്ചത് കേട്ടോ. അമ്മച്ചി അടുപ്പൊക്കെ കത്തിച്ച് ചോറൊക്കെ വെച്ചു. അത്യാവശ്യം മുറ്റമൊക്കെ അടിക്കും. അങ്ങനെ തീരെ വയ്യാഴികയൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് മെമ്മറിയൊക്കെ ഒന്ന് ലോസായി പോയെന്നേ ഉള്ളൂ. പിന്നെ ഒരു മെമ്മറി ലോസ് ആകുമ്പോൾ ഇങ്ങനെ ഓർത്ത് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര ടെൻഷനും ആദ്യം കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം വന്നതേ ഉള്ളൂ കേട്ടോ. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തതിൻ്റെയൊക്കെ അതൊക്കെയുള്ളേ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീട് പണിയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈറ്റ് കാണിക്കാമോ, ഈ വർഷത്തിൽ തന്നെ വീട് പണിയുമോ എന്നൊക്കെ ഒത്തിരി കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. വീട് പണി എൻ്റെ ചിന്താമണ്ഡലത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോലും ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ ഇതുവരെ സെറ്റിൽഡ് ആയിട്ടില്ല. നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെ അങ്ങ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ വന്നങ്ങനെ ഗോൾഡൊക്കെ കുറേ നമ്മൾ പണയത്തിലൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരാണ് നമ്മുടെ മണപ്പുറം കൊച്ചമറ്റമൊക്കെ കേട്ടോ അവർ. അപ്പം ഇതൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ അടച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളയാനാണെങ്കിൽ എനിക്ക് ആകെപ്പാടെ ഉള്ള സമ്പാദ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളൂ. ഞാൻ അങ്ങ് +2 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലുള്ള കമ്മലുകൾ എനിക്കുണ്ട് കേട്ടോ. ആ കമ്മലൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. അതൊന്നും നഷ്ടപ്പെടുത്തി കളയാനേ നമ്മുടെ മനസ്സനുവദിക്കത്തില്ല. എൻ്റെ കയ്യിൽ 10ലെ ലാസ്റ്റ് ഞാൻ ആദ്യമായിട്ട് സാരി കൊടുത്ത ഫോട്ടോ 10ാം ക്ലാസ് SSLC കഴിഞ്ഞപ്പോഴാണ്. ആ ഫോട്ടോയിലൊക്കെ ഇട്ടേക്കുന്ന കമ്മലൊക്കെയാണ് നമ്മുടെ പണയത്തിലൊക്കെ ഇരിക്കുന്നത്. അപ്പം അതൊന്നും പിന്നെ ഇവൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഇരിപ്പുണ്ട്. അതെല്ലാം എടുക്കണം. പിന്നെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വീട് പണി സ്ഥലമൊക്കെ വാങ്ങിയിടാൻ ദൈവം സഹായിച്ച് നമുക്ക് സ്ഥലമെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. അപ്പം അതുകൊണ്ട് വീട് പണിയുടെ കാര്യം ഞാൻ എൻ്റെ ചിന്താമണ്ഡലത്തിലില്ല. അല്ലെങ്കിലും എൻ്റെ ചിന്തയിലില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദൈവം സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായതൊന്നുമില്ല. വിധി പോലെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് ഞാൻ അത്ര ബോധേടല്ലോ. സൈറ്റ് കാണിക്കാമോ എന്ന് ഞാൻ ഇവിടെയാണ് ഞാൻ വീട് പണിത്, ഇനി മുതൽ എൻ്റെ ജീവിതം ഇവിടെയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അത് പോയി എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഈ വീടിൻ്റെ അടുത്തല്ല കേട്ടോ, കുറച്ച് നമുക്ക് പോകണം. അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വീട് പണിയാൻ വാങ്ങിയിട്ടേക്കുന്ന സ്ഥലം കാണാൻ പറ്റും. എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് വാങ്ങിയിട്ടത്. കാരണം ബാങ്ക്, ATM, പോസ്റ്റ് ഓഫീസ്, ബാസ്കിമോ മാറിലെന്ന് തള്ളുക. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ATM, പള്ളി, റേഷൻ കട, ഇല്ലാത്ത കട, എല്ലാ കടകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് എല്ലാം ഒരു 50 മീറ്റർ ചുറ്റളവിൽ, പഞ്ചായത്തും വില്ലേജും എല്ലാം ഒരു 50 മീറ്റർ ചുറ്റളവിൽ നമുക്ക് നടന്നു പോകാൻ ഉള്ള സൗകര്യമാണ് ഉള്ള സ്ഥലമാണ്. മൃഗാശുപത്രി, അല്ലാത്ത ആശുപത്രി എല്ലാം ഉണ്ട് കേട്ടോ. കൃഷിഭവൻ എല്ലാം ഉള്ളൊരു അടുത്തുള്ള സ്ഥലമാണ് വാങ്ങിയിട്ടത്. കിട്ടിയപ്പം ലാഭത്തിന് കിട്ടിയപ്പം ഇവിടെ വാങ്ങിയിട്ടേ ഉള്ളൂ. വീട് പണിയൊന്നും ആയില്ല. ജോലി, സാലറി, ജോലി ഇപ്പോൾ കയറിയത് അലസർ കോളേജിൽ, ലോ കോളേജിൽ മലയാളം ലെക്ചറായിട്ടാണ്. മലയാളം ലോ കോളേജിൽ ഉണ്ടോയെന്ന് ഡൗട്ട് വരും. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ് LLB എന്ന് പറയുന്നത്. അതായത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് 5 വർഷം LLB എടുത്ത് പഠിക്കാം. അതിൽ അപ്പം ഡിഗ്രിയോട് കൂടിയാണ്. BBAയും അതുപോലെ ആർട്സ് സബ്ജക്റ്റുകളും ഉണ്ട്. അപ്പം അതിൽ എന്താണെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദിയൊക്കെ വരുമല്ലോ. പിന്നെ LLB എന്ന് പറയുന്നത് 3 years ആണ്. അത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് 3 years എടുത്ത് പഠിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 വർഷം. അതിൽ ഡിഗ്രി വരത്തില്ലല്ലോ. പിന്നെ അവിടെ LLM കൂടിയുണ്ട് കേട്ടോ. BSNLന്റെ മെസ്സേജ് കയറി വരുന്നതാണ്. അപ്പം ഇതാണ് LLB LLM കോഴ്സുകൾ കേട്ടോ. അത് അപ്പം സബ്ജക്റ്റ് മലയാളം അവിടെ ഉണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു LLBയിൽ മലയാളം എന്ന് വെച്ചാൽ. കാരണം നേരത്തെ ഞാൻ അവിടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിൽ, LLB ഏറ്റവും താഴെയാണ് കേട്ടോ. ബ്ലോക്കിൽ തന്നെയായിരുന്നു നേരത്തെ. അപ്പം അവിടുത്തെ ടീച്ചേഴ്സ്, മലയാളം ടീച്ചർ എന്തോ ക്ലാസ് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഈ LLBയിൽ മലയാളം ഉണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞത് കേട്ടോ. പിന്നെ സാലറി, പെണ്ണുങ്ങളോട് വയസ്സ് സാലറിയൊക്കെ ചോദിച്ചാൽ പറയുക ഞാനായതുകൊണ്ട് എൻ്റെ വയസ്സൊക്കെ തുറന്ന് പറഞ്ഞു കൂട്ടുകാരെ സാലറി കിട്ടി തുടങ്ങട്ടെ. അന്നേരം നമുക്ക് അറിയാട്ടോ എന്താകുമെന്നൊക്കെ. എന്നാണെങ്കിലും തരക്കേടില്ലാത്ത സാലറി ഉണ്ട് കേട്ടോ അവിടെ ലോയിൽ. പിന്നെ മൂക്കുത്തിയുടെ സ്റ്റോറി പറയാമോ? മൂക്ക് കുത്തിയത് എന്നാണ്. മൂക്ക് കുത്തിയത് ഞാൻ PG പഠിക്കുന്ന സമയത്ത് മൂവാറ്റുപുഴ വിദ്യാവനിത കോളേജിൽ നല്ലൊരു സുന്ദരി വയനാടുകാരി ടീച്ചർ, മൂവാറ്റുപുഴയുടെ മരുമകളായിട്ട് വന്ന വനജ ടീച്ചറിൻ്റെ എന്നോടുള്ള സ്നേഹവും കൊണ്ടും ആരാധന കൊണ്ടും മൂക്കുത്തിയിട്ട് ടീച്ചറിനെ കാണാനുള്ള സൗന്ദര്യം കൊണ്ടൊക്കെയാണ് ഞാൻ പോയി മൂക്കുത്തിയത് കേട്ടോ. അത്ര അതിൻ്റെ 7 അയലത്ത് പോലും എത്തൂല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി. വനജ ടീച്ചർ ഇപ്പം അവിടെയല്ല വേറെ ഏതൊരു സ്കൂളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ആ ഇടത്ത് തന്നെ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ടീച്ചറാണ്. ടീച്ചറിന് അന്നൊരു നല്ലൊരു യുവതിയായിരുന്നു യുവതിയായിരുന്നു ടീച്ചർ. അന്നൊരു ചെറുപ്പക്കാരിയായിരുന്നു. ഇച്ചിരിയോടെ ഏജായി. FBയിലൊക്കെ വനജ ടീച്ചറിൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കായിരുന്നു. ടീച്ചറിൻ്റെ ലാസ്റ്റ് PG സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 11 പേരായിരുന്നേ. അപ്പം അങ്ങനെ എന്നാടാ
ആൻസിന്റെ കാത് കുത്തി കൊടുക്കാൻ പറഞ്ഞ എന്റെ പുറകെ കടന്ന് ശല്യം ചെയ്യുവോ. ഏതൊക്കെ കുട്ടികൾക്ക് ഒരു കാതിൽ കമ്മലുണ്ട്. നീ വെണ്ണാണോടാ? ഭയങ്കര ആഗ്രഹം ഇച്ചിരോടെ വളരട്ടെ. കാതിന് തട്ടൊന്നും ഇല്ലടാ. ഇതൊക്കെ തട്ടൊക്കെ ആവട്ടെ, എന്നിട്ട് വേണം എല്ലാം കഴിച്ച് വേഗം വണ്ണം വെച്ചെടുക്കാൻ നോക്കാം, എന്നിട്ട് വേണം തട്ടൊക്കെ ഉണ്ടാക്കാൻ. അപ്പം അതുകൊണ്ടാണ് എൻ്റെ മൂക്ക് കുത്തി തന്നത് ആച്ചക്കോട്ടിൽ ജുവല്ലറി മൂവാറ്റുപുഴ അവിടെ ഉള്ള ഒരു ചേട്ടനാണ് കേട്ടോ, ഗോൾഡ് സ്മിത്ത് ചേട്ടനാണ് നമുക്ക് മൂക്ക് കുത്തി തന്നത്. അവര് ഞങ്ങളുടെ നാട്ടിൽ കുറച്ചാളെ റെന്റിന് താമസിച്ചതാണ് കേട്ടോ. അങ്ങനെ ആ ചേട്ടനെ അറിയുമായിരുന്നു. അങ്ങനെ ആ ചേട്ടനെ എടുത്തുകൊണ്ടുപോയി ഗൺ ഷൂട്ടോ ഒന്നും അല്ല, ഷൂട്ട് ചെയ്യുകയൊന്നും അല്ല ചെയ്തത്. സാധാരണ തന്നെ തുളച്ചിറക്കി വിടുവാണ് ചെയ്തത്. ചെറിയൊരു നീറ്റലും വേദന ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇതുമായിട്ട് നല്ല അഡ്ജസ്റ്റഡ് ആണ്. പിന്നെ ബർത്ത്ഡേ കേക്ക് റെസിപ്പി പറഞ്ഞു തരുമ്പോൾ എൻ്റെ ബർത്ത്ഡേ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിലുണ്ടാക്കിയ സിമ്പിൾ കേക്ക് എന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ യൂട്യൂബിൽ നിന്നും തന്നെ എടുത്തതാണ്. ഇനി നമ്മൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും റെസിപ്പി പറഞ്ഞ് കാണിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നെറ്റ് ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആണല്ലോ നെറ്റ് എന്നുള്ളത്. അതില്ലാതെ കോളേജിൽ കയറാൻ പറ്റില്ലല്ലോ എന്നോർക്കും. എനിക്ക് സെറ്റ് എഴുതിയെടുക്കുന്നത് ഭയങ്കര ആഗ്രഹം. സെറ്റിൻ്റെ ബുക്കൊക്കെ ഇവിടെ വാങ്ങി വെച്ചേക്കുക. ഓൺലൈൻ ടീച്ചിങ് നിർത്തിയത് എന്താണ്? അണ്ണാമല യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ബയോഡേറ്റ ഒക്കെ ഒത്തിരി നാൾ മുമ്പ് ഇവിടെ കൊടുത്തിട്ടാണ്. വേക്കൻസി വരാതെ കയറാൻ പറ്റണ്ടേ? എന്നോട് എല്ലാവരും ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വേക്കൻസി വരണ്ടേ കൂട്ടുകാരെ എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ വർഷം എന്താണേലും എനിക്ക് വീണ്ടും ജോലിക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന നിസ എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. നിസയോട് ഒത്തിരി സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നോട് വീണ്ടും എനിക്ക് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിസ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ കോളേജിലെ അക്കൗണ്ടന്റ് ആണ് കേട്ടോ നിസ. അപ്പൊ നിസയോടുള്ള സ്നേഹം ഒരുപാട് പറഞ്ഞാൽ തീരാത്ത. കാരണം എൻ്റെ കൂടെ എല്ലാ സങ്കടങ്ങളിലും കൂടെ നിന്നവരാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്തോടത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും സെലീന മിസ്, ഷഫ്ന മിസ് എല്ലാവരും ഉണ്ട്. റസിയ മിസ്, ഹാജറ മിസ്, ഹണി മിസ്, പിന്നെ ഒത്തിരി പേര്, ത്രേസ്യ മിസ്. ഞാൻ അവിടെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ TTAയിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്താ പഠിപ്പിക്കേണ്ടതെന്നൊന്നും അറിയാത്ത എനിക്ക് ത്രേസ്യ മിസ്സാണ് കറക്റ്റായിട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അവിടെ നിന്ന് പോയി, രാമകൃഷ്ണൻ സാറ്, ഇവരെ ഒന്നും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഷെരീഫാത്ത ഓഫീസ് സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. അപ്പം ഇവരെ ഒന്നും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ BEdലെ ടീച്ചേഴ്സ് നമ്മളൊക്കെ അടുത്തടുത്താണ്. പിന്നെ ലൈബ്രറിയൻ ദീപ, ഇവരൊക്കെ കേട്ടോ. അപ്പം ഇവരോടുള്ള സ്നേഹവും നന്ദി കടപ്പാടും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ കയറാനിരുന്നത് കൊണ്ട് ഈ വർഷത്തേക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ എടുത്തില്ലായിരുന്നു. അപ്പോൾ സിലബസ് നമ്മൾ അതനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച് നോട്ടൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു എന്നത്തേക്ക് കയറാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതനുസരിച്ചാണ് നിന്നത്. പിന്നെ അടുത്തത് സമയം കഴിഞ്ഞു അല്ലടാ. ഇനി പണ്ടപ്പള്ളിക്ക് വരുമോ എന്ന് ചോദിച്ചൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ടപ്പള്ളിയിലുള്ള ഒരു കുട്ടി ഇട്ടതാണ്. പണ്ടപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന വീടൊക്കെ വിറ്റ് പോകുന്ന എൻ്റെ ആ നാട് കേട്ടോ. പണ്ടപ്പള്ളിക്ക് താമസിക്കാനായിട്ട് ഞാൻ ഒരിക്കലും വരത്തില്ല. അതിന് ഒരു ചാൻസും ഒരു 99.9% ചാൻസ് പോലും കാണുന്നില്ല. അല്ലാതെ തീർച്ചയായിട്ടും വരും. ഞാൻ ജനിച്ചു വളർന്ന വീടും നാടും എൻ്റെ നാട്ടുകാരും എൻ്റെ അയൽക്കാരും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആ നാടും ഒരുപാട് നന്മ നിറഞ്ഞ ആ നാട്ടുകാരെയൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബിലൂടെ തന്നെ കാണിക്കാൻ ഞാൻ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ വരും. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉള്ള ഇടമാണത്. പിന്നെ ആൻസ ഏത് സ്കൂളിൽ പഠിക്കുന്നു നീ പറ. അന്ന് വൃത്തിക്ക് പറയടാവേ. കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിലാണ് ആൻസൂട്ടൻ പഠിക്കുന്നത് കേട്ടോ. ആൻസൂട്ടൻ്റെ ക്ലാസ് ടീച്ചർ ആൻമരിയ ടീച്ചറും പ്രിൻസിപ്പാൾ കാപ്പൻ സാർ, തോമസ് ജെ കാപ്പൻ സാർ കേട്ടോ. പിന്നെ എനിക്ക് വന്നൊരു കമന്റ് ആണ്, ലൈഫിൽ ഇത്രമാത്രം പ്രോബ്ലംസ് നേരിടേണ്ടി വന്നിട്ടും എങ്ങനെയാ ഇത്ര ബോൾഡായി നിൽക്കുന്നത്, സംസാരിക്കുന്നത്, പഴയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും സൗണ്ട് ഇടറുന്നത് കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലൈഫിൽ ഇത്രമാത്രം പ്രോബ്ലംസ് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രമാത്രം ബോൾഡായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും കരയാറുമുണ്ട്. പക്ഷേ എനിക്ക് വരുന്ന പ്രശ്നങ്ങളെ അല്ലാതെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഞാൻ വെറുതെ ദുഃഖിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ തന്നെയാണ് എന്നെ ഇങ്ങനെ ഇത്രമാത്രം ബോൾഡാക്കി എടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അത് കഴിഞ്ഞു പോയല്ലോ, അത് അനുഭവിച്ചിടത്തോളം ഒന്നിപ്പോൾ പറയുമ്പോൾ നമുക്ക് ആ ദുഃഖം ഫീൽ ചെയ്യാറില്ല. എന്തോ ചിലപ്പോൾ മനസ്സ് മരവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പം വരാനുള്ളത് മുഴുവൻ വന്നു. പ്രിയപ്പെട്ടവരെല്ലാവരുടെ വേർപാടും കണ്ടു. ഇനിയിപ്പം ഇനിയിപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകാന്നേ ഉള്ളൂ. ഫ്യൂച്ചർ കാഴ്ചപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു അധ്യാപികയായിട്ട് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഇവനെ ഏതെങ്കിലും ഒരു കരയ്ക്ക് എത്തിച്ച് ഇവനെ ഒന്ന് കല്യാണമൊക്കെ കഴിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. വീടൊക്കെ വെച്ച് നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. എനിക്കും ഇങ്ങനെ ഒരു ടീച്ചിങ് മേഖലയൊക്കെ ആയിട്ട് തന്നെ പോകണം, കുറച്ചുകൂടി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. പുതിയ വീടിൻ്റെ പണികൾ ഈ ഇയർ കാണുമോ? ഇല്ല എന്ന് പറയാൻ കാരണം ഈ വർഷം എന്ന് പറഞ്ഞാൽ ദൈവം സഹായിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്കില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനിയിപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ലാഭങ്ങളും നഷ്ടങ്ങളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ
തീർച്ചയായിട്ടും വീട് പണിത് മാറാം എന്ന് കരുതുന്നു. ഞങ്ങളുടെ സ്വപ്നമാണ്. ബിന്ദുസ് ഡ്രീംസിലെ നമ്പർ 1 ഡ്രീമാണ്, സത്യം പറയാലോ. പിന്നെ ബിന്ദു അമ്മച്ചി ആൻസ് കാണാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊക്കെ കാണാം കേട്ടോ. ആൻസിന് വലുതായി ലാരാവാനാണ് ആഗ്രഹം. ആൻസ് കൂട്ടാ എന്തോ ആരാ പോലീസോ? ഭാവിയിലെ പോലീസ് ഉദ്യോഗസ്ഥനിരിക്കുന്നു. സല്യൂട്ട് കൊടുക്കല്ലാരും എന്റെ പൊന്നോ. പിന്നെ യൂട്യൂബ് വരുമാനം എത്രയാ? യൂട്യൂബ് വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 വ്യൂസ്, അതായത് 1K വ്യൂസിന് $0.47 അതായത് 47 പൈസ എന്നൊക്കെ പറയില്ലേ, അതാണ്. $47 അല്ല, 47 പൈസ എന്ന് പറയുന്ന അതാണ്. അപ്പം അതനുസരിച്ച് എനിക്ക് വരുന്ന വ്യൂസ് ഒക്കെ നിങ്ങൾ നോക്കി ഏകദേശം കണക്ക് കൂട്ടാൻ പറ്റും. $100 ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് കിട്ടും. എനിക്ക് ദൈവം സഹായിച്ച യൂട്യൂബ് ഏണിങ്സ് കിട്ടി തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എന്താണെങ്കിലും $100 മേലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പം $100 എന്നൊക്കെ പറയുമ്പോൾ $1 83 രൂപയാണ്. 83 പോയിന്റ് ഇത്രയാണ്. ഡോളറിന്റെ മൂല്യം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, അതനുസരിച്ച് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ അങ്ങേയറ്റത്തേക്കൊന്നും വരുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട്. നമ്മുടെ ഒരുപാട് ഇൻട്രസ്റ്റ് അടയ്ക്കാനാണെങ്കിലും റെന്റ് കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ലൊട്ടിലൊടുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സ് ആയിട്ട് ഇത് നല്ല രീതിയിൽ ഉപകാരമുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിച്ചാണ് നമുക്കൊക്കെ അല്പമെങ്കിലും റീച്ച് തന്നതും. നിങ്ങളെപ്പോലെയുള്ള നല്ല കുറച്ച് നന്മ ആഗ്രഹിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എത്ര പറഞ്ഞാലും പറയാൻ പറ്റത്തില്ല. നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് വരുന്ന കമൻസ് കണ്ടറിയാം, സ്ഥിരം വരുന്ന കമൻസ് ഒക്കെ കണ്ടാലറിയാം. പിന്നെ കമൻറ്റ് ഇടാത്ത കുറേ ആളുകളുണ്ട്, നല്ല മനുഷ്യര്. അവർ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പം കൺഗ്രാറ്റ്സ് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി, ദൈവം ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കാനുണ്ടോ, ഒരാളെങ്കിലും നമ്മളെ സ്നേഹിക്കാനും. ഇപ്പം എന്നെ സ്നേഹിക്കുന്ന, യൂട്യൂബിലൂടെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്തവരാണ്, നമ്മൾ നേരിട്ട് കാണുമോന്ന് പോലും അറിയാത്തവരാണ്. അപ്പം ഇത്രയധികം ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് എന്തെങ്കിലും വന്നെങ്കിലേ ആയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നതുപോലെ തന്നെ എന്താണ്, ആ പട്ടിക്ക് മുട്ട മാത്രമേ കൊടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുക്കാറില്ല. അതുപോലെ ചിക്കൻ കഴുകി കൊടുക്കണം എന്ന് പറഞ്ഞു. അയ്യേ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞു. ശരിക്കും പട്ടികൾക്ക് എനിക്കറിയത്തില്ലാത്ത കാര്യം എനിക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയ അറിവും എന്നെ സ്നേഹിക്കുന്നവർ പറഞ്ഞാൽ ഉപ്പൊന്നും ഇട്ട് പട്ടിക്ക് കൊടുക്കരുതെന്നൊക്കെ പറയുന്നത്, രോമം കൊഴിയെന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ്റെ കോട്ട് കുറച്ച് കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ കാരണം ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയാണ് ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാൽ അത് കഴുകി കൊടുക്കും. അവന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഇറച്ചി, ഞാൻ വേസ്റ്റ് വാങ്ങി ഞാൻ അവന് ഇന്നുവരെ തീറ്റിച്ചിട്ടില്ല കേട്ടോ. വേസ്റ്റ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുക്കില്ല. നമ്മൾ വാങ്ങുന്ന നല്ല ഇറച്ചി തന്നെയാണ് അവന് വേവിച്ച് കൊടുക്കുന്നത്. മുട്ട വാങ്ങിയാലും മുഴുവൻ തന്നെ എല്ലാ ദിവസവും രണ്ട് മുട്ടയൊക്കെ അവൻ ദിവസവും കഴിക്കാറുണ്ട്. നമ്മളിവിടെ എന്താണോ ബ്രെഡുള്ളത് അതൊക്കെ കൊടുക്കണം. ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് അവനൊന്നും അത് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല. മിണ്ടാപ്രാണിയല്ലേ, മിണ്ടുന്നതാണെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളും കൂടുതലും കാണിക്കാത്തത്. പിന്നെ ദൈവം സഹായിച്ച തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കോട്ടയൊക്കെ പൊഴിഞ്ഞ് ക്ഷീണിച്ച് വയസ്സായി, ഇത്രയും പ്രായമായത് ആവറേജ് ഏജ് ആയതായിരിക്കും ബാസ്ക്യൂന്. അവനെ വളർത്തിയവർ ഉപേക്ഷിച്ചപ്പം അതിനെ എടുത്ത് വളർത്താൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമല്ലേ. അതിലും വലിയൊരു നന്മ എനിക്ക് ചെയ്യാനില്ലെന്ന് ഞാൻ കരുതുന്ന വ്യക്തിയാണ്. ഒരു മിണ്ടാപ്രാണിയാണ്. അതിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്ന കമൻസിലൊന്നും വലിയൊരു ഇതൊന്നും തോന്നാറില്ല കേട്ടോ. അങ്ങനെ 1-2 കമൻ്റൊക്കെ വരുന്നേ ഉള്ളൂ. അതിന് ഞാൻ തക്കതായ മറുപടി കൊടുക്കുന്നതുമായിരിക്കും. അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മളിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ വന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ചക്കര ഉമ്മകളും ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇൻസ്റ്റ ID തന്നിട്ട് ഇൻസ്റ്റയിൽ റിപ്ലൈ തരാത്തത്, എനിക്ക് ഇൻസ്റ്റയിൽ കയറാൻ സമയം കിട്ടാറില്ല, സത്യം പറയാറ്. ഇനിയിപ്പം കുറച്ചാളത്തേക്ക് ഒട്ടും സമയം കിട്ടത്തില്ലേ. കാരണം എൻ്റെ സാരി ഇന്നലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സാരി എടുത്തിട്ട്, ഒരു വെള്ള സാരി എടുത്തിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി ആയിരുന്നു. അതിൻ്റെ ബ്ലൗസ് ഇട്ട് നോക്കിയിട്ട് അവിടെ നിന്നും എത്തൂല, ഇവിടെ നിന്നും എത്തൂല. വീട്ടിൽ ഇരുന്ന് വണ്ണം വെച്ച്, വീട്ടിൽ ഇരിക്കുമ്പോൾ പകലൊക്കെ കിടന്ന് ഉറങ്ങും. അന്നേരം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വണ്ണം വെക്കും. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഞാൻ കോളേജിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് ഇത്രയും വണ്ണമാണല്ലോ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എനിക്ക് പിന്നെയും വണ്ണം വെച്ചല്ലോ ദൈവമേ എന്നൊക്കെ ഓർത്തു. ഇനി ഈ സാരി ബ്ലൗസ് മുഴുവൻ കുത്തഴിച്ച്, എനിക്ക് മിക്കതും എനിക്ക് ഇത്രയും 3/4 കൈയുള്ള സാരി ബ്ലൗസുകളാണ് കേട്ടോ. ഇതൊന്നും എനിക്കിപ്പോൾ കയറത്തില്ലെന്ന് ഞാൻ എന്ത് ചെയ്യും. ഇന്ന് കടയിൽ പോയിട്ടൊരു വെള്ള ബ്ലൗസിന് തുണി നോക്കിയിട്ട് മുതലക്കൊടുത്ത കടയിലില്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം തൊടുപുഴ വല്ലതും പോകുമ്പോൾ നമുക്ക് വാങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഇൻസ്റ്റയിൽ പോലും കയറാൻ സമയം കിട്ടില്ല. ജസ്റ്റ് വീഡിയോ കിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. കുറച്ച് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. നമുക്ക് മെഷീനുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. അമ്മച്ചിയുടെ നൈറ്റി അടിച്ചു കൊടുക്കാനുണ്ട്. ഇതെല്ലാം ഇനി ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇവൻ സ്കൂളിൽ പോകുമല്ലോ. പോയി കഴിയുമ്പം ഞാനിവിടെ ഇവനുണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ്. അതാണ് കാര്യം. അപ്പം ഇനിയിപ്പം അതിൻ്റെ ഇതൊക്കെ ആയിരിക്കും. പിന്നെ ജോലിക്ക് 1-ാം തീയതി മുതലാണ് പോയി തുടങ്ങുന്നത്. ഹാപ്പിയാണ്.
പിന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ ചോദിക്കുകയല്ല, ദൈവം എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്രയൊക്കെ തന്ന ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും കാണാത്ത നിങ്ങളോടും ഒരുപാട് സ്നേഹമുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇൻസ്റ്റയിലൊന്നും ഞാൻ ഇൻബോക്സിലേക്ക് വരാറില്ല. എനിക്ക് ഒരു ദിവസം ഒരുപാട് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, ഞാൻ നോക്കാറേ ഇല്ല അങ്ങനെ, അതുകൊണ്ടാണ് കാണാതെ പോയത്. പിന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബറാന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഹായ് ഒക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഞങ്ങളെ അറിയാലോ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക, ഒത്തിരി ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. അപ്പം ഈ ഒരു കമന്റിന്റെ റിപ്ലൈയിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെങ്കിലും പറയണം. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണേ, നമ്മുടെ വീഡിയോ ഇടുന്നതായിരിക്കും. കോളേജിൽ പോയാലും നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ സമയത്തിനനുസരിച്ചുള്ള വീഡിയോയും നമ്മുടെ എല്ലാവരും ചോദിക്കും ജോലി ചെയ്യാൻ പോകുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഇടാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. ജോലി ചെയ്യാൻ പോകുന്ന മോർണിംഗ് റൂട്ടീനൊക്കെ ഇടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഇടാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീഡിയോ പുതിയ ശേഷം വീഡിയോ ഒക്കെ വീണ്ടും എന്തുവാടാ